ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മളെ വീടിൻ്റെ പരിസരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഈ എന്താ പറയുക, നാച്ചുറലായിട്ടുള്ളൊരു വ്യൂ. അതായത് ഈ ഇലകളുമൊക്കെ വെള്ളം വന്ന് മഴ പെയ്തതിൻ്റെ ഒക്കെ വന്ന് നിൽക്കുന്നതാണ്. ഇത് നമ്മളെ മുക്കുറ്റിയാണ്. അതുപോലെ നമുക്ക് പേരറിയാത്ത ഒരുപാട് പുല്ലുകളും പുഷ്പങ്ങളും ഇവിടെ നിൽക്കുന്നത് കാണാം. പിന്നെ അപ്പോൾ ഞാൻ ആ മഴ, ഇതാണ് നമ്മളുടെ മറ്റേ അന്ന് ഞാൻ പറഞ്ഞ വീഡിയോ പറഞ്ഞ സംഭവം. നമ്മളെ വേർഡ് ഡോക്യുമെൻറ്റ്സ് ഇറേസ് ചെയ്യാൻ മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന, സ്ലേറ്റിൽ ഉപയോഗിച്ചിരുന്ന ഇലപ്പച്ച, മഷിത്തണ്ട്, അങ്ങനെ പല പേരിൽ ഇതിനെ പറയും. പിന്നെ നമുക്ക് ഞാനിപ്പോൾ വീടിൻ്റെ അപ്പുറത്ത് നിന്നപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പോകുന്നതാണ്. കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മളുടെ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. എന്നിരുന്നാലും അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിൻ്റെ ആ പൂവും ഓക്കെ എന്താ ഭംഗി, വാവ്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇതിൻ്റെ ഈ ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ സംഭവം ഉണ്ടാവും, ഒരു പഴം പോലെ. എന്നിട്ട് അതൊക്കെ ഞമ്മ തിന്നും. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ പൊട്ടിച്ച് തിന്നാൻ തന്നെ പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ പ്രകൃതിയിൽ. കണ്ടോ ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് കഴിക്കും. അപ്പോൾ ഞാൻ അത് വായിലിട്ടു കേട്ടോ. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊട്ടിക്കാൻ തോന്നുന്നില്ല. എന്നിരുന്നാലും ഞാൻ ഇപ്പോൾ സ്റ്റോറി ആയിട്ട് പറയാം. ഇത് പൊട്ടിച്ചെടുത്തിട്ട് കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പിയിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മളെ ലിപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീർപ്പിച്ച ബലൂൺ വീർപ്പിക്കണ പോലെ, എന്നിട്ട് നമ്മൾ അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിയിൽ വെച്ചൊക്കെ പൊട്ടിക്കും. പിന്നെ നമ്മളുടെ ഇവിടെ കണ്ടോ ഇതൊക്കെ വെയിലി ഒക്കെ കിട്ടൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരണം, എല്ലായിടത്തും മതിലായി. പക്ഷേ ഞങ്ങൾ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു ടെറീസ് മരമാണ്. ഞാനിതിപ്പോൾ ഇത് കാണിക്കാൻ കാരണം നമ്മളെ വീട് അവിടെയാണ് കണ്ടോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ഈ വ്യൂ കിട്ടി. പെട്ടെന്നൊരു മനസ്സിനൊരു സന്തോഷം. ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. പ്രകൃതിയിലുള്ള നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മത് ഒരു 5 മിനിറ്റ് എടുത്തിട്ടെങ്കിലും നമ്മൊന്നത് എൻജോയ് ചെയ്യണം. കാരണം ഒരു എക്സ്പെൻസീവ് അല്ല, നമ്മളെ ടൈം മാത്രം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി, ഒരു മനസ്സുഖം. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് ചെമ്പരത്തിയല്ലേ, ഇതിൻ്റെ ഈ സംഭവം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ ഇത് നമ്മളെ കൈയുടെ ഇതിവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കും. കണ്ടോ ഇങ്ങനെ കുറേ. എന്നിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിനായിട്ടൊക്കെ നടന്നു പോണ സമയത്ത് ഇതുപോലെ എടുത്ത് കുറേ നമ്മളിങ്ങനെ ഒട്ടിക്കും. നല്ല ഭംഗിയാണ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ടൈം ആരെ കൈമല്ല അതിങ്ങനെ നിൽക്കണം, സ്റ്റിൽ ചെയ്ത് നിൽക്കണമെന്നൊക്കെ നമ്മൾ വെറുതെ ഒരു മത്സരങ്ങളൊക്കെ നടത്തും. ഇന്നതൊക്കെ കുട്ടികൾക്ക് കിട്ടാനില്ല, എല്ലാവരും ഫോണിൽ നല്ല നല്ല ഗെയിമിലൊക്കെയാണ്. ഓക്കെ ഇത് ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ മുക്കുറ്റിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ വരയ്ക്കുമ്പോൾ കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ കൂട്ടുകാരികളുടെയൊക്കെ നെറ്റിയിൽ ഇത് ചാരിച്ചിട്ടേക്കണാണ്. അതിൻ്റെ ടിക്സൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ ഇതുണ്ടോ ഫ്ലവറൊക്കെ നോക്കുക, എന്താ ക്യൂട്ടാന്ന് നോക്കിയേ. അപ്പോൾ മെല്ലെ നടന്ന് വീണ്ടും കിച്ചണിലേക്ക് കയറി നമ്മളെ വീട്ടിലെ പണിയിലേക്ക് പോകാൻ റോഡുണ്ടോ നമ്മളുടെ. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ലൈഫ്.